സുജയ്, നിന്നെ ഞാൻ എവിടെ അന്വേഷിച്ചു? നീ ഫംഗ്ഷൻ വരുന്നില്ലേ? മിനി പോയിക്കോ, ഞാൻ വരുന്നില്ല. അല്ലെങ്കിലും എനിക്കറിയാം മിനി അയാളുടെ സൈഡാണെന്ന്. എന്നാര് പറഞ്ഞു? ഞാൻ കണ്ടല്ലോ മിനി കൈയടിച്ച് തകർക്കുന്നത്. പെണ്ണുങ്ങളായാൽ കുറച്ചൊക്കെ അഭിമാനം വേണം. അന്ന് ഞാൻ കൈയടിച്ച അയാൾക്ക് വേണ്ടിയിട്ടൊന്നും അല്ല, നമ്മുടെ കോളേജിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിപ്പോ നിന്നെ ഫംഗ്ഷന് വിളിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അന്ന് നീ പാടിയപ്പോ അയാൾ കൂവി നിന്നെ അവമാനിച്ചില്ലേ, അതിന് പകരം വിട്ടാൻ. എന്ന് വെച്ചാൽ ഞാനൊരു പരിപാടി ഇട്ടിട്ടുണ്ട്. ഞാനും നീയും പിന്നെ ഒരു 25 പേരോട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാവരും കൂടി ഫംഗ്ഷന് പോകുന്നു. എന്നിട്ട് അങ്ങനെ മൂന്നാമതും ട്രോഫി നേടി നമ്മുടെ കോളേജ് ഹാട്രിക് സ്ഥാപിച്ചിരിക്കുക. ഈ അവസരത്തിൽ അതിന്റെ പ്രധാന ശില്പിയായ ശ്രീ ഗണേശനെ ഞാൻ ഈ സദസ്സിന് പരിചയപ്പെടുത്തുക. പ്രിയമുള്ള സുഹൃത്തുക്കളെ, എനിക്കും എന്റെ ടീം അംഗങ്ങൾക്കും നിങ്ങൾ നൽകുന്ന ഈ ആവേശകരമായ സ്വീകരണത്തിന് എങ്ങനെ നന്ദി പറയണം എന്നെനിക്കറിയില്ല. ഈ അംഗീകാരത്തിനുള്ള എല്ലാ കാരണവും നിങ്ങൾ നൽകിയ പ്രോത്സാഹനം മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താ പ്രിയേ, മുഖത്തിനൊരു ഗൗരവം? ഏതായാലും നിങ്ങൾ ഇന്ന് കാണിച്ചത് തീരെ മര്യാദയായില്ല. ഒരു മര്യാദ കുറവുമില്ല. അന്ന് സുജ പാടിയപ്പോ ഗണേശൻ കൂവാമോ? അന്ന് പ്രിയ ഇതുപോലൊന്നും സംസാരിച്ചില്ലല്ലോ. എന്ന് കരുതി നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയാൽ ഗണേശന്റെ വാശി കൂടുകയല്ലേ ഉള്ളൂ. കൂടിക്കോട്ടെ. എവിടം വരെ കൂടുമെന്ന് ഒന്ന് അറിയണമല്ലോ. ഓക്കെ, ഞാനൊന്നും പറയുന്നില്ല. ഞാനിതിൽ തലയിടാതിരിക്കുക ഭേദം. അയ്യോ, ഞാൻ എന്റെ സാരി പോലും മാറിയില്ല. മെസ്സും അടച്ചു കാണും. വാ സുജി. അയ്യോ, താൻ അവർക്ക് ചെറുതായിട്ടൊരു താക്കീത് കൊടുക്കേണ്ട അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ പെമ്പിള്ളേരെല്ലാം കൂടി നാളെ നമ്മുടെ തോളത്ത് കയറും. അവരിനി മനഃപൂർവ്വം എഴുന്നേറ്റ് പോയതാണോ എന്ന് എങ്ങനെ അറിയാം? സംശയമുണ്ടോ? അല്ലെങ്കിൽ അത്രയും പേർക്കും കൂടി ഒരേ സമയത്ത് ഒരേ മുഹൂർത്തത്തിൽ ബാത്റൂമിൽ പോകാൻ തോന്നുമോ? അങ്ങനെയാണെങ്കിൽ ഒരു കൊട്ടു കൊടുത്തേക്കാം. പിന്നെ എന്നും വൈകുന്നേരം 5 മണിക്ക് ഗായികയും സഖിയും കൂടി കോഫി ഹൗസിൽ ഒരു വരവുണ്ട്. അവിടെ ചെന്ന് പറഞ്ഞാൽ മതി. വാട്ട് യു സേ?